പഞ്ചാബിൽ അന്തർ സർവകലാശാല ചാമ്പ്യൻഷിപ്പിനിടെ തമിഴ്നാടിന്റെ വനിതാ കബഡി ടീമിന് നേരെ ആക്രമണം. എതിരാളികളായ ബീഹാർ ടീമിലെ കളിക്കാരും ഓഫീഷ്യൽസും കാണികളും ചേർന്നാണ് മർദ്ദിച്ചത്. റഫറിയുടെ തെറ്റായ തീരുമാനം ചോദ്യം ചെയ്തതിനെ തുടർന്നായിരുന്നു മർദ്ദനം. വിവരങ്ങളുമായി മുഹമ്മദ് റഹീസ്. ഈ ബീഹാറും തമിഴ്നാടും തമ്മിലായിരുന്നു മത്സരം. പിന്നീട് ഈ കളിക്കാരും കായിക താരങ്ങളും കാണികളും എല്ലാം ചേർന്ന് ഗ്രൗണ്ടിൽ തല്ലുമാല ഉണ്ടാക്കുന്നതിന് കാരണമെന്താണ്? സുഹേൽ, ഇതിൽ ഏറ്റവും പ്രധാനം റഫറിമാരടക്കം തമിഴ്നാടിന്റെ വനിതാ കബഡി ടീമിന് എതിരെ അല്ലെങ്കിൽ അവരെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത്തരത്തിൽ ഒരു സംഭവമാണ് ഇപ്പോൾ പഞ്ചാബിൽ ഉണ്ടായിരിക്കുന്നത്. പഞ്ചാബിൽ അന്തർ സർവകലാശാല ചാമ്പ്യൻഷിപ്പ് നടക്കുകയാണ്. ഈ കബഡി ചാമ്പ്യൻഷിപ്പിൽ തമിഴ്നാടിന്റെ വനിതാ ടീം പങ്കെടുക്കുന്നുണ്ട്. പല യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള ഒരു ടീമാണ് അവിടെ കളിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ എതിരാളികൾ ഇന്ന് ബീഹാർ ആയിരുന്നു. രാവിലെ ബീഹാറുമായിട്ടുള്ള മത്സരത്തിനിടയിലാണ് കാര്യങ്ങൾ ഇത്തരത്തിൽ കൈവിട്ടു പോയത്. റഫറിയുടെ തെറ്റായ തീരുമാനത്തെ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് സംഭവങ്ങളുടെ തുടക്കം. റഫറി തമിഴ്നാടിനെതിരെ ഒരു പോയിന്റ് വിധിക്കുന്നു. ആ പോയിന്റിനെ തമിഴ്നാട് ചാലഞ്ച് ചെയ്യുന്നു. ചാലഞ്ച് ചെയ്തതിനു ശേഷവും ആ പോയിന്റ് അത്തരത്തിൽ തന്നെ നിലനിൽക്കുകയാണ്. അപ്പോൾ അവിടെ ദേഷ്യം വന്ന അല്ലെങ്കിൽ ആ തീരുമാനത്തിനോട് നീരസം പ്രകടിപ്പിച്ച് തമിഴ്നാട് താരങ്ങൾ മാറി നിൽക്കുന്നു. അപ്പോഴാണ് ഇത്തരത്തിൽ റഫറി അടക്കം സൈഡ് റഫറി അടക്കം ഈ വന്നുകൊണ്ട് ഈ താരങ്ങളെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എതിർ ടീമിന്റെ താരങ്ങൾ, അതായത് ഈ ബീഹാർ താരങ്ങൾ, ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന കാണികളൊക്കെയും തമിഴ്നാടിന്റെ താരങ്ങളെ കയ്യേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാണികൾ ഈ അവിടെ നിന്ന് കുപ്പി അടക്കം വലിച്ചെറിയുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമായി. നിരവധി കസേരകൾ ഇത്തരത്തിൽ കാണികൾ താരങ്ങൾക്ക് നേരെ വലിച്ചെറിഞ്ഞു. പലർക്കും സാരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും ഈ സംഭവത്തെ അപലപിക്കുന്നതായി ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞിട്ടുണ്ട്. താരങ്ങളെ സുരക്ഷിതരായി ഉടനെ നാട്ടിലെത്തിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. തമിഴ്നാട്ടിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും ഈ വിഷയത്തിൽ ശക്തമായി അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. സുഹൈൽ, മത്സരം നിയന്ത്രിക്കേണ്ട റഫറി തന്നെ ഗ്രൗണ്ടിലിറങ്ങി ആദ്യത്തെ തല്ലുതല്ലി. പിന്നെ ഈ കബഡി മൂത്തപ്പോൾ കൂട്ടത്തല്ല. എന്തായാലും നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും തമിഴ്നാട്ടിലെ കായിക താരങ്ങളുടൻ തന്നെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ തമിഴ്നാട് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മുഹമ്മദ് റയീസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി.